പ്രിയമുള്ളവരെ, സുന്ദരൻ മുണ്ട്രക്കോടിൻ്റെ നോവൽ പേമുഖം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അവരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രശസ്ത സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അവരാണ് ഈ പ്രകാശന കർമ്മം ഉദ്ഘാടനം ചെയ്യുന്നത്. അവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സദസ്സിന് സന്നിഹിതരായിട്ടുള്ള ഏറെ പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മഹത്തായ ഒരു കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കൂടിച്ചേർന്നതിൻ്റെ ഉദ്ദേശം. സാഹിത്യ ലോകത്തിന് മറ്റൊരു മുതൽക്കൂട്ടാകാൻ പോകുന്ന ശ്രീ സുന്ദരൻ മുണ്ട്രക്കോടിൻ്റെ പേമുഖം എന്ന നോവലിൻ്റെ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷം, അതിലേറെ അഭിമാനം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഇത്തരം ഒരു പുസ്തക പ്രകാശന വേളയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. ഈ പുസ്തകം പേമുഖം എന്ന ഈ ഒരു പുതിയ പുസ്തകത്തെ സഹൃദയരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു MTയുടെ നാട്ടുകാർക്ക് ഈ പുസ്തകത്തിനെ കുറിച്ച് ഏറെയൊന്നും പരിചയപ്പെടുത്തലുകളുടെ ഒന്നും ആവശ്യം വരില്ല. നമ്മൾ കണ്ടതാണ് ഒരു നാടിനെ, സാംസ്കാരിക സവിശേഷതകളെ എങ്ങനെയാണ് സാഹിത്യത്തിൽ അടയാളപ്പെടുത്തേണ്ടത് അഥവാ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന്. ഈ നിഴലുകൾ വീണ് കിടക്കുന്ന ഭൂമികയിലേക്കാണ് ഈ പുതിയ എഴുത്തുകാരൻ തൻ്റെ രചനയുമായി കടന്നു വന്നിരിക്കുന്നത്. വളരെ ചെറിയ ഒരു പുസ്തകം എന്ന് പറയാം. ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകം. ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്ന പുസ്തകങ്ങൾക്കേ ഇന്ന് നിലനിൽപ്പുള്ളൂ എന്നത് മറ്റൊരു കാര്യം. ദീർഘമായ സാഹിത്യ സൃഷ്ടികൾ, MTയുടെ കാലം പോലെയുള്ള കൃതികൾ, അത് വലിയ വലിയ സാഹിത്യ കൃതികൾക്കൊന്നും ഇന്ന് സ്ഥാനമില്ല. അതൊക്കെ വളരെ ചുരുക്കം വായനക്കാരിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോവുകയും വളരെ പെട്ടെന്ന് തന്നെ വായിച്ച് തീർക്കാവുന്ന സാഹിത്യ രചനകളിലേക്ക് പുതിയ തലമുറ തിരിയുകയും ചെയ്തിട്ടുണ്ട് എന്നതൊരു സത്യമാണ്. അപ്പം അങ്ങനെയുള്ള വായനക്കാർക്ക് കൂടി സംവേദനക്ഷമമാകുന്ന രീതിയിലാണ് ഈ പുസ്തകത്തിൻ്റെ രചന. സമൂഹത്തിൻ്റെ മുന്നിൽ ഈ ഒരു പുതിയ പുസ്തകത്തെ പരിചയപ്പെടുത്താനായി എന്നതിലേറെ സന്തോഷമുണ്ട്. ഒരുപാട് വായനക്കാർ ഈ പുസ്തകത്തിനുണ്ടാവട്ടെ, ഒരുപാട് ചർച്ചകൾ ഈ പുസ്തകത്തിനെ കുറിച്ച് നടക്കട്ടെ. ഇനി ഒരു കാലഘട്ടത്തിൽ പഴയ ആനക്കരയെ കുറിച്ച് പറയുന്ന, അതിനെക്കുറിച്ചുള്ള ഒരു ആധികാരിക രേഖയായിട്ട് മാറാൻ ഈ പുസ്തകത്തിന് കഴിയട്ടെ. ഞാൻ വീണ്ടും എൻ്റെ മുതയിലെത്തി എന്ന് പറയുന്ന ഒരു സന്തോഷം ഈ കഥാപാത്രം ഒരിടത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇത് വായിക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ ആനക്കരയിൽ എത്തി എന്ന് തോന്നിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പുസ്തകത്തിനും പുസ്തകത്തിൻ്റെ രചയിതാവിനും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ജ്യോതി ചേച്ചിയാണ്. പ്രിയപ്പെട്ട വയലിനിസ്റ്റ് ഗംഗ ശശിധരനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങാണ് നിർവഹിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണൻ സാർ അവர்களാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആദരണീയായ അധ്യക്ഷ, ആനക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അംബിക ടീച്ചർ, ഇന്നത്തെ താരം, ഇന്നത്തെ കഥാനായകൻ, ഈ പുസ്തകത്തിൻ്റെ കർത്താവായ സുന്ദരൻ മുണ്ട്രക്കോട്, ഈ പുസ്തകം സാക്ഷാത്കരിച്ച
സാഹിത്യ പബ്ലിക്കേഷൻസിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ സുദീപ് തെക്കേപ്പാട്ട് ഞാനിപ്പോൾ ആദരിച്ച ലോക പ്രശസ്ത വയലിനിസ്റ്റ്, കാണുമ്പോൾ ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ലോകം മുഴുവൻ അറിയപ്പെടുന്ന വയലിനിസ്റ്റാണ് ഗംഗ. വയലിൻ മാന്ത്രികയാണ്. ഒരിക്കൽ ഗംഗയുടെ വയലിൻ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകും ലോകം കീഴടക്കിയത് എങ്ങനെയാണ് ഈ ചെറിയ പെൺകുട്ടി. പ്രിയപ്പെട്ട ഗംഗ, ശ്രീനത്ത്, സബ് ഇൻസ്പെക്ടർ ഹംസ സർ അടക്കം എല്ലാവരുടെയും പേര് പറയാൻ ഞാൻ സഭ ഉപയോഗിക്കുന്നില്ല, കുറച്ച് വൈകിയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു വലിയ സന്തോഷമുള്ള ദിവസമാണ്. ഒരു പുസ്തക പ്രകാശനം, ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് നേടിയ മലവാഴിയാട്ടത്തിൻ്റെ ആശാൻ സ്ഥാനത്തുള്ളൊരു കലാകാരനാണ്. അതിൻ്റെ കവർ കണ്ടില്ല. പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ ഈ ഒരു ഇങ്ങനൊരു അലങ്കാരം, ഇത് നമുക്ക് കരിങ്കാളിക്കും തിറയ്ക്കും മലവാഴിയാട്ടത്തിനും ഉപയോഗിക്കുന്ന ഒരു അലങ്കാരപ്പണിയാണ്. ഫോക്ലോർ, തനി ഗ്രാമീണമായൊരു ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു പുസ്തകം. സാധാരണ ഈ പുസ്തക പ്രകാശനമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പുസ്തകം പുറത്തേക്ക് കിട്ടാൻ ഗുസ്തി പിടിക്കേണ്ടി വരും. 5 മിനിറ്റ് നേരം അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് അവസാനം കീറിയ പുസ്തകമൊക്കെ പ്രകാശിപ്പിക്കേണ്ടി വന്നു. പക്ഷെ ഇതൊരു പ്രയാസമില്ലാതെ ഒരു നല്ല നാട്ടു സംസ്കൃതിയിൽ നിന്ന് തനിയെ ഉയർന്നു വന്നതുപോലെ പ്രകാശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് സുന്ദരൻ്റെ പുസ്തകത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഒരു നാട്ടു സംസ്കൃതിയിൽ നിന്ന് സുന്ദരനറിയാതെ പുഷ്പിച്ച് വിടർന്നു പോയ ഒരു കൃതിയാണ് പേമുഖം. നേരത്തെ സ്മിതാദാസ് വളരെ വിസ്തരിച്ച് തന്നെ ആ കൃതിയെ പരിചയപ്പെടുത്തി. അതുകൊണ്ട് എനിക്കിപ്പോൾ ആ കൃതിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല, കാരണം ആ പുസ്തകം നിങ്ങൾ വായിച്ചതുപോലെ പരിചയപ്പെട്ടു. ഒരു നാട്ടു സംസ്കൃതിയുണ്ട്. ആനക്കരയ്ക്ക്, കുമ്പിടിക്ക്, മണ്ണിയമ്പലത്തിന്, മൊത എന്നറിയപ്പെട്ട ആനക്കര അങ്ങാടി. ഞാനൊക്കെ ആനക്കരയ്ക്ക് വരുമ്പോൾ ഓലപ്പിടിക മാത്രമാണ്. നീലിയത്തങ്ങാടിയിൽ നോക്കിയാൽ ആനക്കര മൊത അങ്ങാടി കാണാം. ഓലപ്പിടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധികം കാലമായിട്ടില്ല, കെട്ടിടമൊക്കെ മാറിയിട്ടില്ലേ. അങ്ങനെയുള്ളൊരു മൊത എന്ന ആനക്കര സിറ്റി, ആ സിറ്റിയുടെ ഒരു സംസ്കൃതിയുണ്ട്. അതിൻ്റെ പിറകിലുള്ള നാട്ടറിവ്, നാനാർത്ഥങ്ങൾ, ദേശപുരുഷാർത്ഥങ്ങൾ, അതൊക്കെ ചേർത്താണ് സുന്ദരൻ്റെ ഈ കഥ മെനഞ്ഞിരിക്കുന്നത്. സുന്ദരൻ മുണ്ട്രക്കോട് പറയാതെ ഒരു രാഷ്ട്രീയം ഇതിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. മാണിക്യമംഗലത്തിൻ്റെ കഥ പറയുമ്പോഴും അതിൽ പിന്തള്ളപ്പെട്ട ചക്കിയും മറ്റനേകം നാട്ടുകഥാപാത്രങ്ങളും കട്ടയുടയ്ക്കുന്നവരും അതിലൊരു ചോപ്പനുണ്ട്. ആ ചോപ്പൻ വരുന്നുണ്ട്. ചോപ്പന് ദക്ഷിണ വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? ചോപ്പന് ദക്ഷിണ കൊടുപ്പിക്കുന്നു. ഇപ്പം ചോപ്പൻ, കീഴാളനായ ചോപ്പനും അവിടെ സ്ഥാനിയാണ്. ഇതായിരുന്നു ഗ്രാമീണ ജീവിതം. നമുക്കൊരു കഥയുണ്ടായിരുന്നു. നീളാതീരത്തിനൊരു കഥയുണ്ട്, വള്ളുവനാടിനൊരു കഥയുണ്ട്. ആ കഥയുടെ പേര് പറയിവറ്റ പന്തിരുകുലം എന്നാണ്. അച്ഛൻ മഹാബ്രാഹ്മണനായ വരരുചിയാണ്, അമ്മ പറയിപ്പെണ്ണാണ്. 1600 കൊല്ലം മുമ്പ് നമ്മൾ സങ്കല്പിച്ചൊരു കഥ നോക്കൂ. അച്ഛൻ മഹാബ്രാഹ്മണനാണ്. ഐത്താശുദ്ധങ്ങൾ കൊടികുത്തി വാണകാലത്ത് മഹാബ്രാഹ്മണൻ പറയിപ്പെണ്ണിനെ കല്യാണം കഴിച്ചു. അതൊരു കഥ പറയുന്നു. അതിൽ 12 മക്കളുണ്ടായി. ആ 12 മക്കൾ 12 ജാതിക്കാരും 12 കുലക്കാരുമാണ്. മേഴത്തോൾ അഗ്നിഹോത്രി, രചകൻ, ഉളിയനൂർ തച്ചൻ, പിന്നെ വള്ളോൻ, വായില്ലാക്കുന്നിലപ്പൻ, വടുതല മരുവും നായർ, കാരക്കൽ മാതാ, നേരെ നാറാണഭ്രാന്തൻ, ഉടനകവൂർ ചാത്തനും പാക്കനാരും, ചെമ്മേ കേടുപ്പുകൂറ്റൻ, പെരിയ തിരുവരങ്ങത്തെഴും പാണനാരും. ഈ 12 മക്കൾ 12 ജാതിക്കാരാണ്. അതിൽ താഴ്ന്ന ജാതിക്കാരുണ്ട്, മുതിർന്ന ജാതിക്കാരുണ്ട്, നായരുണ്ട്, നമ്പൂതിരിയുണ്ട്, പാണനുണ്ട്, പറയനുണ്ട്, എല്ലാ വിഭാഗം ആളുകളുണ്ട്. നോക്കൂ, 1600 കൊല്ലം മുമ്പ് ഇങ്ങനൊരു കഥ നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ജാതി മതവർഗീയത ഒരിക്കലും ശക്തിപ്പെടാത്തത്. കാരണം ഈ കഥ, നമ്മൾ കഥയുള്ളവരാണ്, കഥയില്ലാത്തവരാണ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ അകലുന്നത്. അപ്പോൾ കഥയുള്ളവർ വിഭാഗീയതയുടെ പേരിൽ അകലുകയില്ല. അതുകൊണ്ട് സുന്ദരൻ കഥയുള്ള ആളാണ്. നമ്മൾ സാധാരണ ഒരു കഥയില്ലാത്തവരാന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്ത ഒരാളാണ്. അപ്പോൾ കഥയുള്ള ആളാണ് സുന്ദരൻ. സുന്ദരനെ ഞെക്കി പിടിച്ചാൽ ഇനിയും കഥകൾ പലതും വരും. നമുക്കൊക്കെ കഥയുണ്ട്. നിങ്ങൾ ആ കഥ എഴുതാൻ കിടന്നിട്ടാണ്. ഞാൻ എഴുത്തുകാർ വർദ്ധിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. സുദീപിനെ എനിക്ക് വലിയ ബഹുമാനമാണ്. കാരണം 25 കൊല്ലമായിട്ട് സുദീപ് ഞങ്ങളെപ്പോലുള്ളവരുടെ പുസ്തകമല്ല പ്രസിദ്ധീകരിച്ചത്, അല്ലേ? സുദീപ് പ്രസിദ്ധീകരിച്ചത് ഈ പറയുന്ന സുന്ദരൻ മുണ്ട്രക്കോടിനെയൊക്കെ പോലെ ഞാൻ തന്നെ സുദീപിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കാൻ പോയിട്ടുണ്ട്. വളരെ പ്രശസ്തരല്ലാത്ത നാട്ടുപുറത്തെ തൊഴിലാളികൾ, ഈ പറയുന്ന പോലെ മലവാഴിയാട്ടം കലാകാരൻ, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ആളുകളുടെ കഥകളാണ് അയാൾ പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനത്തെ കഥകൾ വരണം. ഈ കഥയുള്ളവരൊക്കെ കഥ പുറത്തേക്ക് കൊണ്ടുവരണം. കഥയുള്ളത് കൊണ്ടല്ലേ നമ്മുടെ നാട് നിലനിൽക്കുന്നത്.
ഇന്ത്യ ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്നത് തന്നെ ഒരു കഥയുടെ പേരിലല്ലേ? രാമായണ കഥയില്ലെങ്കിൽ നമുക്ക് രാജ്യം ഭരിക്കാൻ പറ്റും. ഒരു രാജ്യം ഭരിക്കുന്നത് തന്നെ ഒരു കഥ ഉണ്ടായിട്ടാണ്. ഈ കഥ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് രാജ്യങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെ? കഥയില്ലാത്തവരാകരുത് എന്ന് മാത്രമല്ല, നമ്മുടെ കഥ ഒരു പ്രധാനപ്പെട്ട കഥയാണ്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന കഥയാണ്. സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാന വാക്ക്. മരുമകനെ പറഞ്ഞയക്കാൻ മൊയ്തു കൂടെ വേണമെന്ന് വിചാരിക്കുന്ന ഒരു ശങ്കരൻ നായർ ആ കാലത്തുണ്ടായിരുന്നു. അയാൾ കർഷകനാണ്. അയാൾ ശംഖു എന്ന പേരിൽ കർഷകനുള്ള സമ്മാനം നേടിയ ആളാണ്. ഇങ്ങനൊരു ജീവിതം, നാട്ടുജീവിതമുണ്ട് ഈ നാട്. ഇതൊരു പക്ഷെ വലിയ നാടാണ്. ഈ ആനക്കര നിങ്ങൾ വിചാരിക്കും സുദീപ് എത്രമാത്രം മനസ്സിലാക്കേണ്ടെന്ന് അറിയില്ല. ഇവിടെ ഈ ആനക്കര വടക്കത്ത് എന്ന തറവാട് അവിടുന്ന് ഒരു 1.5 നാഴിക അല്ലേ? 1.5 നാഴികയില്ല. ആനക്കര വടക്ക തറവാട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ഇന്ത്യൻ സംസ്കാര ചരിത്രത്തിലും ഏറ്റവും ഉയർന്നൊരു തറവാട് എന്ന് പറയുന്നത് ആനക്കര തറവാട്. ആനക്കരയാണ്. ഇവിടെയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി, ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ക്യാപ്റ്റനായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി ഇവിടെയായിരുന്നു. സുന്ദരൻ, നിങ്ങൾ ജീവിതത്തിൻ്റെ 2ാമത്തെ പുസ്തകമാണ് സുന്ദരൻ്റെ. വലിയൊരു എഴുത്തുകാരനല്ല, സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ വന്ന് അനുഭവങ്ങൾ എഴുതിയതാണ്. അദ്ദേഹം ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് നേടിയ മലവാഴിയാട്ട കരിനീലിയാട്ട കലാകാരനാണ്. നമ്മുടെ സമ്പന്നമായ ഫോക്ലോറിൻ്റെ പാരമ്പര്യം ഉള്ള ആളാണ്. അദ്ദേഹം ചെയ്തതൊന്നും വിഫലമായിട്ടില്ല. ആ കലാകാരൻ്റെ ഈ നല്ല പുസ്തകം പ്രകാശിപ്പിക്കാൻ ഒരവസരം എനിക്ക് കൈവന്നത് എൻ്റെ ഒരു സൗഭാഗ്യമായിട്ട് കണക്കാക്കുകയും സുന്ദരന് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി സുന്ദരൻ്റെ പേമുഖം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയി മുഖം എന്ന പുസ്തകം പ്രകാശിപ്പിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. സുന്ദരൻ മുണ്ട്രക്കോടിൻ്റെ 2ാമത്തെ പുസ്തകമായ പേമുഖം, മലയാളത്തിൻ്റെ അനുഗ്രഹീത ചൈതന്യം ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാൽ പ്രകാശിതമായി. നാടിനെ, ജന്മത്തെ, സംസ്കാരത്തെ, കീഴാളവർഗത്തെ, ഒരു ചരിത്രത്തെ, ഒരു സംസ്കാരത്തെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ആലങ്കോടും അതുപോലെ തന്നെ പേമുഖത്തെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് പുസ്തകം പരിചയം നടത്തിയ പ്രിയ സാഹിത്യകാരി ഡോക്ടർ സ്മിത ദാസും സംസാരിച്ചു കഴിഞ്ഞു. സുന്ദരൻ മുണ്ട്രക്കോടിൻ്റെ പുസ്തകം എല്ലാവരും വായിക്കുക, എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുക. നിശ്ചിത കോപ്പികൾ സുന്ദരൻ മുണ്ട്രക്കോടിൻ്റെ കയ്യിലുണ്ടാവും. അത് മാത്രമല്ല, അടുത്ത ദിവസം തന്നെ മാതൃഭൂമി ബുക്സിൻ്റെ മാതൃഭൂമി ഓൺലൈൻ സ്റ്റോർ വഴി നമ്മുടെ ഈ പുസ്തകം ലഭ്യമാവും. എത്തിക്കേണ്ട എല്ലാ മേഖലയിലും തന്നെ ഈ പുസ്തകം എത്തും. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. പ്രത്യേകിച്ച് സുന്ദരൻ മുണ്ട്രക്കോട് തന്നെയാണ് ഈ ദിവസത്തെ താരം. കൂടുതൽ ആവേശത്തോടു കൂടി അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവും നന്ദിയും പ്രാർത്ഥനയും ഒക്കെ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലെ വിശിഷ്ട വ്യക്തികളായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അംബിക ടീച്ചർ, പുസ്തക പരിചയം നടത്തിയ സ്മിത ദാസ്, അതുപോലെ ആലങ്കോട് യേശു, അതുപോലെ പ്രസാദകം സുദീപ്, അതുപോലെ എൻ്റെ വളരെ പ്രിയപ്പെട്ട വ്യക്തികൾ സുനേട്ടൻ തുടങ്ങിയ ഒരുപാട് വ്യക്തികൾ സ്റ്റേജിലുണ്ട്. ആരെയും പേര് പ്രത്യേകിച്ച് പറയുന്നില്ല. ഈ സുന്ദരൻ മുണ്ട്രക്കോടിൻ്റെ ആദ്യ പുസ്തകം ചോപ്പനിറക്കം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഞാൻ വന്നിരുന്നു. നിങ്ങൾക്ക് എന്നെ ഒരുപക്ഷെ നല്ലപോലെ പരിചയം ഉണ്ടാവും. ഞാൻ ഈ നാട്ടിലെ മരുമകൻ കൂടിയാണ്. സുന്ദരേട്ടൻ്റെ ആദ്യ പുസ്തകത്തിന് വന്നപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ 2 വാങ്ങിച്ചു. ഒരെണ്ണം എൻ്റെ ആരൂരിലെ ലൈബ്രറി കൊണ്ടുപോയി. ഇപ്രാവശ്യം ഞാൻ അത് തന്നെ ഉദ്ദേശിക്കുന്നത്, ഒരു ലൈബ്രറിയിൽ ഒരു പുസ്തകം എത്തിച്ച് അത് ഒരുപാട് പേര് വായിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ഒരുപാട് പ്രത്യേകതകൾ, പുസ്തക പരിചയം നമ്മൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെയാണ് സ്മിത മാഡം അത് നമുക്ക് അവതരിപ്പിച്ചു തന്നത്. അത് സാഹിത്യകാരിയുടെ ആ ഒരു കഴിവ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ ഇവിടെ പ്രസംഗിച്ച ഓരോരുത്തരും അവരുടെ
സാഹിത്യത്തോടുള്ള താല്പര്യം, സുന്ദരേട്ടനോടുള്ള സ്നേഹം എല്ലാം ഇവിടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനിയൊരു കൂടുതലായിട്ടൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് നമ്മുടെ നാട് ഒരുപാട് പ്രശസ്തിയിലേക്ക് എത്തിച്ച നമ്മുടെ MT, അതുപോലെ അക്കിത്തം, അങ്ങനെ നമ്മൾ ആനക്കര വടക്കത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരുപാട് നല്ല നിലയിൽ നമുക്ക് നാടിനെ നല്ല ലോകം മുഴുവൻ അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സുന്ദരേട്ടനും അതുപോലെ നല്ല നല്ല കൃതികൾ എഴുതാനും കൂടുതൽ പുസ്തകം ഇറക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ പേമുഖം എന്ന പുസ്തകം പ്രകാശനത്തിലേക്ക് എന്നെ വിളിച്ചതിനുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ഇഷ്ടം ഞാൻ ഇവിടെ തന്നെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിനും ഇനിയും തുടർന്നും എഴുതാനുള്ള എല്ലാ അവസരവും ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഹോദരിമാരെ, സഹോദരങ്ങളെ, വിനീതമായ കൊപ്പ്. പ്രിയപ്പെട്ട സുന്ദരൻ മുണ്ടർക്കോട്ടിനെ സംഘടനാ രംഗത്ത് വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്. അത് പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ സുന്ദരൻ മുണ്ടർക്കോട്ടിന് ഇതിനോടുള്ള ഒരു കലാവാസന ഞങ്ങളൊക്കെ ആസ്വദിച്ചാണ്. ഇവിടെ ഇരിക്കുന്ന ടീച്ചർ ഉൾപ്പെടെ സുന്ദരൻ മുണ്ടർക്കോട്ടുമായി എങ്ങനെയാണ് കണക്ഷൻ എന്നൊക്കെ ഞാൻ പരിശോധിച്ചു. സാവിത്രി ടീച്ചറൊക്കെ ആയിട്ട് സുന്ദരൻ മുണ്ടർക്കോട്ട് ഭയങ്കര കണക്ഷനാണ്. അപ്പോഴാണ് സുന്ദരന് ഇത്രയും താല്പര്യങ്ങളുള്ളതും അതിനെ പ്രചോദനം കൊടുക്കുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ചാലിശ്ശേരി ഉൾപ്പെടെ ആളുകൾക്ക് പറഞ്ഞാൽ അറിയുന്ന തരത്തിൽ മാന്യമായ പെരുമാറ്റം കൊണ്ട് അത് ഇത്തരത്തിലുള്ള ഒരു കല അല്ലെങ്കിൽ അദ്ദേഹം വളർന്നു വന്ന സാഹചര്യങ്ങളായിക്കോട്ടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും മേഖലയൊക്കെ ശോഭിക്കാൻ കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, എൻ്റെ കൊച്ചനുജൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാണം അത് ഉയർന്ന് പന്തലിച്ച് പോകട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട വേദിയിലും സദസ്സിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഒരു ദീർഘമായ പ്രസംഗം നടത്തേണ്ട ആവശ്യമില്ല. സുന്ദരൻ മുണ്ടർക്കോട്ടിനെ കുറിച്ചും അദ്ദേഹം എഴുതിയ നോവലിനെ കുറിച്ചുമൊക്കെ തന്നെ എനിക്ക് മുന്നേ സംസാരിച്ച ആളുകൾ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. സുന്ദരൻ മുണ്ടർക്കോടിൻ്റെ ഈ നോവൽ ഭാവിയിലും നമ്മുടെ പ്രദേശത്ത് വളരെ സന്തോഷം നൽകുന്നതാണ്. ഞാൻ ആനക്കര വായനശാലയുടെ പ്രസിഡന്റ് കൂടിയാണ്, ഗോവിന്ദകൃഷ്ണ വായനശാലയുടെ. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 3 പുതിയ എഴുത്തുകാരെ നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മേഖലക്കകത്ത് പുതിയ എഴുത്തുകാർ, ഇത്തരം കഴിവുകളുള്ള ഒരുപാട് ആളുകൾ വളർന്നു വരുന്നുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ളതാണ്. അതുകൊണ്ട് സുന്ദരൻ മുണ്ടർക്കോടിന് ഒരുപാട് മേഖലകളിൽ പുതിയ പുസ്തകങ്ങൾ ഇനിയും എഴുതാനും നല്ല ഉയരങ്ങളിൽ എത്താനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മൾ പലരും എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇതെനിക്ക് പറയാനുള്ളത് ഒരു കടം വീട്ടിലാണ്. കാരണം സുന്ദരനോട് ആദ്യത്തെ പുസ്തകത്തിൻ്റെ വരാൻ പറഞ്ഞു. അന്ന് ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല, ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ 2ാമത്തെ പുസ്തകത്തിൽ എന്തായാലും വരണം എന്ന് പറഞ്ഞപ്പോൾ ആ രൂപത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. എന്തായാലും നേരത്തെ പലരും പറഞ്ഞ പോലെ നാട്ടിൽ നിന്നൊരു എഴുത്തുകാരുണ്ടാവുക എന്നുള്ളത് നല്ല കാര്യം. പ്രത്യേകിച്ച് ആനക്കരയുടെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ MT പറഞ്ഞ കഥയുടെ തുടർച്ചയായിട്ട് സുന്ദരനും പറയാൻ കഴിയുക എന്നുള്ളത്, കഥ പറയാൻ കഴിയുക എന്നുള്ളത് നല്ല കാര്യമാണ്. തീർച്ചയായും എഴുത്തുകാരാണ് നമ്മളെ നാടിനെ ഭരിച്ചിരുന്നതും. ഒരുവേള വാൽമീകിയുടെ രാമായണത്തിൽ തന്നെ തുടങ്ങുന്നുണ്ട്. ആദിമകാവി ആവുന്നത്, ആദിമകാവ്യം ദുഃഖത്തിനെതിരെ പോരാടിയിട്ടാണ്. രുദ്രാനുസാരിയാണ് കവി എന്ന് പറയുന്നത്. പെടഞ്ഞു വീണ പക്ഷി പെടഞ്ഞു വീണപ്പോഴാണ് അറിയാതെ വരി മാ നിഷാദ പ്രതിഷ്ഠാത്വം എന്നുള്ള ശ്ലോകം തുടങ്ങുന്നത്. അങ്ങനെയാണ് കവി ഉണ്ടാവുന്നത്. 2 പുസ്തകങ്ങളുടെ പിറകിലും അത്തരം
കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പുസ്തകം കാശ് കൊടുത്ത് വാങ്ങി വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, അഭിമന്യു തുഞ്ചത്തെഴുത്തച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ബാലനശക്തൻ എന്നാകിലും മാനിയാം എന്നോട് താതനെ ഓർക്ക നീ. അതുപോലെ തന്നെയാണ് സുന്ദരൻ്റെ എഴുത്ത്. ഞാനിപ്പോൾ ഒരു അശക്തനാണെങ്കിലും ഓർമ്മിക്കുക, എന്തു വന്നാലും എന്നെ സഹായിക്കുവാൻ ഒരു നാട് എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നുള്ളത്. പിന്നെ പിതാവ് തന്നെ അഗ്രജന്മാരുതി എന്ന് പറഞ്ഞിട്ട് എഴുത്തച്ഛൻ കുറേ പറയുന്നുണ്ട്. എന്നാലും ഞാനൊരുത്തൻ പിടിയാതവനെങ്കിലും പ്രാണൻ കളവതിനായി മതിയായി വരുമെന്നാണ് അഭിമന്യു പറഞ്ഞത്. അതുപോലെ ഒരു പ്രാണൻ കളയൽ തന്നെയാണ് ഈ പുസ്തകം എഴുതുക എന്നുള്ളതും പ്രകാശിപ്പിക്കുക എന്നുള്ളത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. തൻ്റെ ആശയത്തെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം. തീർച്ചയായും ഇനിയും എഴുതാനും അത് വായിക്കാനും ആൾക്കാർ ഇടവരട്ടെ. അത് വായിച്ച അഭിപ്രായങ്ങൾ പറയാൻ കൂടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉൾപ്പെടെ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വ്യക്തമായി ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുക. ഞാനൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട സുന്ദരൻ മുണ്ട്രക്കോട് എത്രയോ വർഷങ്ങളായി നമ്മളുമൊക്കെ ഇടയിൽ പ്രവർത്തിക്കുകയും വളരെയേറെ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും പടവെട്ടിക്കൊണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് ഉയരങ്ങളിലേക്ക് എത്താൻ സ്വന്തമായി ശ്രമിച്ച് ഇപ്പോൾ വളർന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകം എന്നിവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ആനക്കരയുടെ പാരമ്പര്യം, എഴുത്തുകാരുടെ കുലപതിയായിരുന്ന ശ്രീ MT വാസുദേവൻ നായർ ഉൾപ്പെടെ സംഭാവന ചെയ്ത കൂടല്ലൂരിൻ്റെ പാരമ്പര്യമുള്ള ആനക്കര പഞ്ചായത്തിൻ്റെ മണ്ണിൽ ഇത്തരം സാധാരണക്കാരായ ചെറുപ്പക്കാരായ ആളുകൾക്കും ആ രീതിയിൽ ഉയർന്നു വരാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുമുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സുന്ദരൻ മുണ്ട്രക്കോടിൻ്റെ ഈ പുസ്തക പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. സദസ്സിലുള്ളവർക്കും എല്ലാവർക്കും നമസ്കാരം. സുന്ദരൻ മുണ്ട്രക്കോടിൻ്റെ ആദ്യ സാഹിത്യരചനയുള്ള ചോപ്പനിറക്കത്തിൻ്റെ സദസ്സിലും ആശംസ പറഞ്ഞു. രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ ആശംസ പറയുന്നതിനും ഞങ്ങളെ ക്ഷണിച്ചു. വളരെ സന്തോഷം. എന്തായാലും സാധാരണക്കാരിൽ സാധാരണക്കാരായ സുന്ദരൻ തൻ്റെ സുന്ദരമായ ശൈലിയിലൂടെ ഇവിടെ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ മറന്നുപോയ അല്ലെങ്കിൽ ജനിച്ചു ജീവിക്കുന്നവരും വിലപിച്ചു മരിക്കുന്നതുമായ ഒട്ടേറെ സമൂഹത്തിൻ്റെ താഴ്ന്ന അടിത്തട്ടിൽ നിന്നുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ വളരെ മനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ രചനാശൈലിയെക്കുറിച്ചാണ് ഇവിടെ പ്രശസ്ത സാഹിത്യകാരി സ്മിതാദാസും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് ആലങ്കോട് ലീലാകൃഷ്ണൻ സാറും അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് സുന്ദരന് ഇനിയും ഭാവിയിൽ തൻ്റെ ദേശത്തെ ഒരുപാട് ജനങ്ങളുടെ ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ ഇനിയും പിറവിയെടുക്കട്ടെ. സുന്ദരൻ്റെ ഈ കലാസൃഷ്ടിക്കും അതുപോലെ അദ്ദേഹത്തിന് വലിയ പുരസ്കാരങ്ങൾ നേടാനും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃത്താല ബ്ലോക്കിലെ 7 പഞ്ചായത്തിലെയും വിമുക്തപട സഹോദരന്മാരുടെയും അതുപോലെ തന്നെ അവരുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. പ്രിയപ്പെട്ട സുന്ദരേട്ടൻ്റെ പുതിയ പുസ്തകമായ പ്രേമകത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടുകാരനും എൻ്റെ സുഹൃത്തുമായ നമ്മുടെ സുന്ദരൻ മുണ്ട്രക്കോടിൻ്റെ പുസ്തകം ഇന്ന് രണ്ടാമത്തെ പുസ്തകമാണ് ഇവിടെ പ്രകാശിച്ചിരിക്കുന്നത്. ഈ പ്രകാശനത്തിൻ്റെ പുസ്തകം നിങ്ങളെല്ലാവരും വാങ്ങി വായിക്കുകയും അതിൻ്റെ നല്ല അഭിപ്രായങ്ങൾ, നല്ലതും ചീത്തയുമായ അഭിപ്രായങ്ങളും പുള്ളിയെ പറയണം. അപ്പോൾ വീണ്ടും നാളെയും പുള്ളിക്ക് നല്ല പുസ്തകങ്ങളും നല്ല കഥകൾ എഴുതാൻ കഴിയട്ടെ. തുടർന്നും ഇങ്ങനെ നമ്മുടെ നാടിനെയും നാട്ടുകാരനെയും ഒക്കെ
ജില്ലകൾക്കും അറിയപ്പെടുന്ന രീതിയിൽ നമ്മുടെ ആനക്ക പഞ്ചായത്തിന് ഉയർത്തിയത് കൊണ്ടുവരാൻ നമ്മുടെ സുന്ദരന് സാധിക്കട്ടെ. ഇനിയും എഴുതാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. നിങ്ങൾ കറക്റ്റായിട്ട് എന്തൊക്കെയാണോ നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ട് അതിൽ എന്തൊക്കെ ന്യൂനതകളുണ്ട്, ഇനി എന്തൊക്കെ മാറ്റണം എന്നുള്ളത് നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി സുന്ദരന് ഇനിയും എഴുതാനുള്ള അവസരം ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട സ്നേഹനിധികളായ എൻ്റെ എത്രയും പ്രിയപ്പെട്ട നാട്ടുകാരെ, വിശിഷ്ട വ്യക്തികളെ, കഥയെഴുത്തിനെ കുറിച്ചൊക്കെ കഥാകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരൊക്കെ വളരെ വിസ്തരമായി പറയുകയുണ്ടായി. നന്ദി. ദീർഘമായി ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. പരിപാടികൾ പ്രാവശ്യം കലാപരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു എല്ലാവരും വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ ഈ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഞാൻ ആരുടെയൊക്കെ മുന്നിൽ ചെന്നിട്ടുണ്ടോ അവരെല്ലാവരും എന്നെ ഇരുകൈ നീട്ടി സ്വീകരിച്ച ആ സ്വീകരണത്തിന് നന്ദി പറയുന്നു.